നമസ്കാരം. അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രികക്ഷി സൈനിക സഹകരണത്തെ അതീവ ഗൗരവത്തോടെയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ കാണുന്നത്. മേഖലയിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് എന്നാണ് ഉൻ പറയുന്നത്. നമുക്കറിയാം, ഏറ്റവും ഭീകരനായ ഒരു ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം കിം ജോങ് ഉൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തും എടുത്തു ചാടിയ ഒരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. ഉത്തര കൊറിയയുടെ ആണവ ശക്തികളെ കൂടുതൽ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ കിം ജോങ് ഉൻ മെനയുന്നത്. തന്ത്രപ്രധാനമായ ആണവ സ്രോതസ്സുകൾ വിന്യസിക്കുകയും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസത്തെയും കിം വിമർശിച്ചിട്ടുണ്ട്. ഇത് പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന നീക്കമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഉത്തര കൊറിയ ആണവ ശക്തികൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഉത്തര കൊറിയയുടെ സുരക്ഷാ ഭീഷണികൾക്കെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ അവരുടെ ആദ്യത്തെ അന്താരാഷ്ട്ര അഭ്യാസമായ ഫ്രീഡം എഡ്ജ് നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പുറത്തു വരുന്നത്. ഈ സൈനികാഭ്യാസത്തിൽ 3 രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ, അമേരിക്കയുടെ ആണവ വിമാനവാഹിനി കപ്പൽ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിന് സുസ്ഥിരമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന കിമ്മിന്റെ പ്രതിജ്ഞയിൽ കൂടുതൽ ആണവ വികസനം മാത്രമല്ല, റഷ്യ, ചൈന തുടങ്ങിയ മറ്റ് രാജ്യങ്ങളുമായുള്ള സൈനിക സഹകരണവും ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആണവായുധ ശേഖരണവും യുദ്ധാഭ്യാസങ്ങളും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുമുള്ള സൈനിക സഹകരണവും മേഖലയിലെ സൈനിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും സുരക്ഷാ പരിസ്ഥിതിക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുമെന്നുമാണ് കിം പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ KCNA റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രാദേശിക സാഹചര്യത്തിൽ അനാവശ്യമായ പിരിമുറുക്കം ഉണ്ടാക്കാൻ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രതിരോധ മന്ത്രാലയത്തിലെ സന്ദർശന വേളയ്ക്കിടെ അദ്ദേഹം പ്രതികരിച്ചത്. അതേസമയം റഷ്യയുടെ യുക്രൈനുമായുള്ള യുദ്ധത്തെക്കുറിച്ചും സന്ദർശന വേളയിൽ കിം പ്രതിപാദിക്കുകയുണ്ടായി. ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഉടമ്പടിക്ക് അനുസൃതമായി തങ്ങളുടെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും ന്യായമായ ലക്ഷ്യത്തെ ഉത്തര കൊറിയൻ സൈന്യവും ജനങ്ങളും എപ്പോഴും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 വർഷം നീണ്ടുനിന്ന റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ അയച്ച ഏകദേശം 11,000 സൈനികർക്ക് പുറമെ റഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കാൻ ഉത്തര കൊറിയ തയ്യാറെടുക്കുന്നതായി സംശയിക്കുന്നതായി കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയ പറഞ്ഞിരുന്നു. ഉത്തര കൊറിയൻ വാർത്താ ഏജൻസിയായ KCNA ഫെബ്രുവരി 8 പുറത്തിറക്കിയ ഒരു പ്രത്യേക വാർത്താ പതിപ്പിൽ ദക്ഷിണ കൊറിയയുമായുള്ള ഈ വർഷത്തെ അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ആക്രമണാത്മക നടപടികൾ അഭികാമ്യമല്ലാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതേസമയം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയിൽ ആശങ്കയുള്ള അമേരിക്ക അവരുമായി ഒരു സഖ്യത്തിന് ശ്രമിക്കുന്നതായി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. തന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. കിമ്മുമായി ഇടപഴകാനുള്ള തന്റെ ആ കഴിവ് ആഗോള സ്ഥിരതയ്ക്ക് ഗുണം ചെയ്തുവെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക ഉത്തര കൊറിയയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്.